നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ തസ്നി. കേരള PSCയുടെ 65ാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള PSC ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് 2024 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 35 വർഷത്തെ PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, 5000 കറന്റ് അഫയേഴ്സ്, 400 പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഭൗതിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഏത് ഊഷ്മാവിലാണ് തെർമോമീറ്ററിൽ സെന്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമാകുന്നത്? -40. -40ലാണ് തെർമോമീറ്ററിൽ സെന്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമാകുന്നത്. സൂര്യാസ്തമയത്തിന് ശേഷവും അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്തുന്നത് ഭൗമവികിരണം. സൂര്യാസ്തമയത്തിന് ശേഷവും അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്തുന്നത് ഭൗമവികിരണം. ഘനീകരണം ആരംഭിക്കുന്ന നിർണായക ഊഷ്മാവാണ് തുഷാരംഗം, ഡ്യൂ പോയിന്റ്. ഘനീകരണം ആരംഭിക്കുന്ന നിർണായക ഊഷ്മാവാണ് തുഷാരംഗം അല്ലെങ്കിൽ ഡ്യൂ പോയിന്റ്. ജലത്തിന്റെ വിശിഷ്ട താപധാരിത 4200 ജൂൾസ് പ്രതി കിലോഗ്രാം കെൽവിൻ. ജലത്തിന്റെ വിശിഷ്ട താപധാരിത 4200 ജൂൾസ് പ്രതി കിലോഗ്രാം കെൽവിൻ. തന്മാത്രകളുടെ കൂട്ടുമുട്ടലിന്റെ ഫലമായി താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന പ്രക്രിയയാണ് ചാലനം. തന്മാത്രകളുടെ കൂട്ടിമുട്ടലിന്റെ ഫലമായി താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന പ്രക്രിയ ചാലനം. പദാർത്ഥങ്ങൾ അതിജാലകത കാണിച്ചു തുടങ്ങുന്ന ഊഷ്മാവ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ട്രാൻസിഷൻ ടെമ്പറേച്ചർ. പദാർത്ഥങ്ങൾ അതിജാലകത കാണിച്ചു തുടങ്ങുന്ന ഊഷ്മാവിനെ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇൻഡക്ഷൻ കുക്കറിൽ താപം ഉൽപ്പാദിപ്പിക്കുന്നത് എഡ്ഡി കറന്റ്. ഇൻഡക്ഷൻ കുക്കറിൽ താപം ഉൽപ്പാദിപ്പിക്കുന്നത് എഡ്ഡി കറന്റ്. ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്ന് താപം എത്തിച്ചേരുന്നത് വികിരണം വഴി. ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്ന് താപം എത്തിച്ചേരുന്നത് വികിരണം വഴി. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നതിന് ഏതിനം താപപ്രേഷണമാണ്? വികിരണം. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് വികിരണം താപപ്രേഷണം കാരണമാണ്. ഒരു പദാർത്ഥത്തിന്റെ താപനില 1 ഡിഗ്രി ഉയർത്തുന്നതിനാവശ്യമായ താപത്തെ താപധാരിത എന്ന് പറയുന്നു. ഒരു പദാർത്ഥത്തിന്റെ താപനില 1 ഡിഗ്രി ഉയർത്തുന്നതിനാവശ്യമായ താപത്തെ താപധാരിത എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിനു ചുറ്റും ഒരു കാന്തിക ക്ഷേത്രം ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ്. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിനു ചുറ്റും കാന്തിക ക്ഷേത്രം ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ്. കത്തുന്ന അടുപ്പിന്റെ വശത്ത് നിൽക്കുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നത് വികിരണം. കത്തുന്ന അടുപ്പിന്റെ വശത്ത് നിൽക്കുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നത് ഏതിനം താപപ്രശ്നമാണ്? വികിരണം. ഖരപദാർത്ഥങ്ങളെ ചൂടാക്കി നേരിട്ട് വാതകമാക്കുന്ന പ്രക്രിയ ഉത്പതനം. ഖരപദാർത്ഥങ്ങളെ ചൂടാക്കി നേരിട്ട് വാതകമാക്കുന്ന പ്രക്രിയയാണ് ഉത്പതനം. സാധാരണ താപനിലയിൽ ഏറ്റവും കുറച്ച് വികസിക്കുന്ന പദാർത്ഥം വജ്രം. സാധാരണ താപനിലയിൽ ഏറ്റവും കുറച്ച് വികസിക്കുന്ന പദാർത്ഥമാണ് വജ്രം. സൂര്യന്റെ ഉപരിതലത്തിൽ ശരാശരി താപനില 5500 ഡിഗ്രി സെൽഷ്യസ്. സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില 5500 ഡിഗ്രി സെൽഷ്യസ്. ചായപാത്രത്തിന് ഗോളാകൃതിയാണ് അഭികാമ്യം. കാരണം എന്താണ്? താപനഷ്ടം കുറയ്ക്കാൻ. ചായപാത്രത്തിന് ഗോളാകൃതിയാണ് അഭികാമ്യം, കാരണം താപനഷ്ടം കുറയ്ക്കാൻ. ചൂട് തട്ടുമ്പോൾ ഒരു പദാർത്ഥത്തിലെ ഒരു തന്മാത്രയിൽ നിന്ന് മറ്റൊരു തന്മാത്രയിലേക്ക് താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം. ചൂട് തട്ടുമ്പോൾ ഒരു പദാർത്ഥത്തിലെ ഒരു തന്മാത്രയിൽ നിന്ന് അടുത്ത തന്മാത്രയിലേക്ക് താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം. ജലം ചൂടാകുന്നതിന്റെ 5 ഇരട്ടി വേഗത്തിൽ കര ചൂടാകുകയും തണുക്കുകയും ചെയ്യുന്നു. ജലത്തിന്റെ എന്ത് സ്വഭാവമാണ് ഇതിന് കാരണം? വിശിഷ്ട താപധാരിത. ജലം ചൂടാകുന്നതിന്റെ 5 ഇരട്ടി വേഗത്തിൽ കര ചൂടാകുകയും തണുക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതിന് കാരണം ജലത്തിന്റെ വിശിഷ്ട താപധാരിതയാണ്. നെഗറ്റീവ് താപനില കാണിക്കാത്ത സ്കെയില് കെൽവിൻ. നെഗറ്റീവ് താപനില കാണിക്കാത്ത സ്കെയിലാണ് കെൽവിൻ. താപത്തെയും താപ കൈമാറ്റത്തെയും കുറിച്ചുള്ള പഠനം തെർമോഡൈനാമിക്സ്. താപത്തെയും താപ കൈമാറ്റത്തെയും കുറിച്ചുള്ള പഠനമാണ് തെർമോഡൈനാമിക്സ്. 1 ഡിഗ്രി സെൽഷ്യസ് എത്ര ഫാരൻഹീറ്റിന് തുല്യമാണ്? 33.8. 1 ഡിഗ്രി സെൽഷ്യസ് 33.8 ഫാരൻഹീറ്റിന് തുല്യമാണ്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഘനജലം അതായത് ഹെവി വാട്ടർ എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്? മോഡറേറ്റർ. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഘനജലം അഥവാ ഹെവി വാട്ടർ
മോഡറേറ്റഡ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹം ടിറോസ് 1. ലോകത്തിലെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹമാണ് ടിറോസ് 1. പാചകം ചെയ്യുമ്പോൾ ധരിക്കാൻ ഏറ്റവും അനുയോജ്യമായ വസ്ത്രം പരുത്തി. പാചകം ചെയ്യുമ്പോൾ ധരിക്കാൻ ഏറ്റവും അനുയോജ്യമായ വസ്ത്രം ഏതാണ്? പരുത്തി. 0 ഡിഗ്രി ഫാരൻഹീറ്റ് എത്ര ഡിഗ്രി സെൽഷ്യസിന് തുല്യമാണ്? -17.77. 0 ഡിഗ്രി സെൽഷ്യസ് എത്ര ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്? 32. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 32. 0 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് -17.77. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 32 ഫാരൻഹീറ്റ് ട്ടോ. പ്രഷർ കുക്കറിന്റെ അടിസ്ഥാന തത്വം മർദ്ദം കൂടുമ്പോൾ തിളനില കൂടുന്നു. പ്രഷർ കുക്കറിന്റെ അടിസ്ഥാന തത്വമാണ് മർദ്ദം കൂടുമ്പോൾ തിളനില കൂടുന്നു. ഇൻക്യുബേറ്ററിലെ താപനില എത്ര ഫാരൻഹീറ്റ് ആണ്? 99.5 മുതൽ 100.5 വരെ. ഇൻക്യുബേറ്ററിലെ താപനില 99.5 മുതൽ 100.5 വരെ. ഒരു ഉരുക്കു സൂചി ചുട്ടു പഴുപ്പിച്ച ശേഷം വെള്ളത്തിലോ എണ്ണയിലോ മുക്കി തണുപ്പിക്കുന്ന താപോപചാര രീതിയാണ് ക്വെഞ്ചിങ്, അതായത് ഹാർഡനിങ്. ഒരു ഉരുക്കു സൂചി ചുട്ടു പഴുപ്പിച്ച ശേഷം വെള്ളത്തിലോ എണ്ണയിലോ മുക്കി തണുപ്പിക്കുന്ന താപോപചാര രീതിയാണ് ക്വെഞ്ചിങ് അഥവാ ഹാർഡനിങ്. ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിന്റെ അളവാണ് താപനില. ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിന്റെ അളവാണ് താപനില. വിറക് കത്തിക്കുമ്പോൾ സസ്യഭാഗങ്ങളിൽ സംഭരിക്കുന്നത് ഏതൂർജം? രാസോർജം. വിറക് കത്തിക്കുമ്പോൾ സസ്യഭാഗങ്ങളിൽ സംഭരിക്കുന്നത് ഏതൂർജമാണ്? രാസോർജം. കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബൾബിന് താഴെ ഇരിക്കുന്ന ഒരാൾക്ക് ബൾബിൽ നിന്നുള്ള ചൂട് ലഭിക്കുന്നത് വികിരണം വഴി. കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബൾബിന് താഴെ ഇരിക്കുന്ന ഒരാൾക്ക് ബൾബിൽ നിന്നുള്ള ചൂട് ലഭിക്കുന്നത് വികിരണം വഴി. സൂര്യന്റെ താപനില അളക്കുന്ന ഉപകരണം പൈറോ ഹീലിയോമീറ്റർ. സൂര്യന്റെ താപനില അളക്കുന്ന ഉപകരണമാണ് പൈറോ ഹീലിയോമീറ്റർ. സൂര്യന്റെ താപം ഭൂമിയിലെത്തുന്നത് വികിരണം വഴി. സൂര്യന്റെ താപം ഭൂമിയിലെത്തുന്നത് വികിരണം വഴി. കേവല 0 എന്നറിയപ്പെടുന്നത് -273.15 ഡിഗ്രി സെൽഷ്യസ്. കേവല 0 എന്നറിയപ്പെടുന്നത് -273.15 ഡിഗ്രി സെൽഷ്യസ്. ഉയർന്ന മർദ്ദത്തിലും ഉയർന്ന താപനിലയിലും ഓക്സിജന്റെ അഭാവത്തിൽ താപത്താൽ ജൈവ വസ്തുക്കളെ രാസപരമായി വിഘടിപ്പിക്കുന്ന പ്രക്രിയയാണ് പൈറോളൈസിസ്. ഉയർന്ന മർദ്ദത്തിലും ഉയർന്ന താപനിലയിലും ഓക്സിജന്റെ അഭാവത്തിൽ താപത്താൽ ജൈവവസ്തുക്കളെ രാസപരമായി വിഘടിപ്പിക്കുന്ന പ്രക്രിയയാണ് പൈറോളൈസിസ്. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിലെത്തിച്ച ബഹിരാകാശ വാഹനമായ അപ്പോളോ 11 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് സാറ്റേൺ 5. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിലെത്തിച്ച ബഹിരാകാശ വാഹനമായ അപ്പോളോ 11 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റാണ് സാറ്റേൺ 5. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ആദ്യമായി കാർഗോ സർവീസ് നടത്തിയ സ്വകാര്യ ബഹിരാകാശ പേടകമാണ് ഡ്രാഗൺ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ആദ്യമായി കാർഗോ സർവീസ് നടത്തിയ സ്വകാര്യ ബഹിരാകാശ പേടകമാണ് ഡ്രാഗൺ. ആദ്യത്തെ ബഹിരാകാശ കേന്ദ്രം സെല്യൂട്ട്. ആദ്യത്തെ ബഹിരാകാശ കേന്ദ്രമാണ് സെല്യൂട്ട്. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിൻ. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിൻ. വർഷം 1961 ഏപ്രിൽ 12. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിൻ. വർഷം 1961 ഏപ്രിൽ 12. എത്ര ദിവസമാണ് രാകേഷ് ശർമ്മ ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞത്? 8 ദിവസമാണ് രാകേഷ് ശർമ്മ ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞത്. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹത്തെ കുറിച്ച് പഠിക്കുന്നതിന് നാസ വിക്ഷേപിച്ച ദൗത്യമാണ് ഡ്രാഗൺ ഫ്ലൈ? ശനി. ശനി എന്ന ഗ്രഹത്തിന്റെ ഉപഗ്രഹത്തെ കുറിച്ച് പഠിക്കുന്നതിന് നാസ വിക്ഷേപിച്ച ദൗത്യമാണ് ഡ്രാഗൺ ഫ്ലൈ. വാൽ നക്ഷത്രത്തിൽ ഇറങ്ങിയ ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകം ഫിലെ. വർഷം 2014. വാൽ നക്ഷത്രത്തിൽ ഇറങ്ങിയ ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകം ഫിലെ അല്ലെങ്കിൽ റോസറ്റ. വർഷം 2014. സെല്യൂട്ട് നിർമ്മിച്ച രാജ്യം സോവിയറ്റ് യൂണിയൻ. സെല്യൂട്ട് നിർമ്മിച്ച രാജ്യം ഏതാണ്? സോവിയറ്റ് യൂണിയൻ. ആദ്യത്തെ ബഹിരാകാശ കേന്ദ്രമാണ് സെല്യൂട്ട്. ബഹിരാകാശ സഞ്ചാരിയായ ആദ്യ വനിത വാലന്റീന തെരഷ്കോവ. സോവിയറ്റ് യൂണിയൻകാരിയാണ്. ബഹിരാകാശ സഞ്ചാരിയായ ആദ്യ വനിതയാണ് വാലന്റീന തെരഷ്കോവ. ബഹിരാകാശ പേടകത്തിൽ ഭൂമിയെ വലം വെച്ച ആദ്യ ജീവി ലൈക്ക എന്ന നായ.
ബഹിരാകാശ പേടകത്തിൽ ഭൂമിയെ വലം വെച്ച ആദ്യ ജീവി ലയിക്കാനായ വർഷം 1957 നവംബർ 3. 1957 നവംബർ 3. അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി ഒപ്പുവെച്ചത് 1959 ഒക്ടോബർ 10. അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി ഒപ്പുവെച്ചത് 1959 ഒക്ടോബർ 10. ബഹിരാകാശത്തേക്ക് ആദ്യമായി മനുഷ്യനെ അയക്കുന്നതിന് USA ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രോജക്ട് മെർക്കുറി. ബഹിരാകാശത്തേക്ക് ആദ്യമായി മനുഷ്യനെ അയക്കുന്നതിന് USA ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രോജക്ട് മെർക്കുറി. അന്താരാഷ്ട്ര തലത്തിൽ ബഹിരാകാശ വാരം ആചരിക്കുന്നത് ഏത് മാസത്തിലാണ്? ഒക്ടോബർ 4 മുതൽ 10 വരെ. അന്താരാഷ്ട്ര തലത്തിൽ ബഹിരാകാശ വാരം ആചരിക്കുന്നത് ഒക്ടോബർ 4 മുതൽ 10 വരെയാണ്. അവസാനമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച ദൗത്യം അപ്പോളോ 17. അവസാനമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച ദൗത്യമാണ് അപ്പോളോ 17. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ ബഹിരാകാശ കേന്ദ്രം സ്കൈലാബ്. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ ബഹിരാകാശ കേന്ദ്രമാണ് സ്കൈലാബ്. ആദ്യമായി ചന്ദ്രനിലിറങ്ങിയ കൃത്രിമ വസ്തു ലൂണ 2. ആദ്യമായി ചന്ദ്രനിലിറങ്ങിയ കൃത്രിമ വസ്തുവാണ് ലൂണ 2. ഫുൾമിനോളജി എന്തിനെ കുറിച്ചുള്ള പഠനശാഖയാണ്? ഇടിമിന്നൽ. ഫുൾമിനോളജി ഇടിമിന്നലിനെ കുറിച്ചുള്ള പഠനശാഖയാണ്. ബാഹ്യഗ്രഹങ്ങൾ വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ജോവിയൻ ഗ്രഹങ്ങൾ. ബാഹ്യഗ്രഹങ്ങളായ വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ അറിയപ്പെടുന്ന മറ്റൊരു പേര് ജോവിയൻ ഗ്രഹങ്ങൾ. ബാഹ്യഗ്രഹങ്ങൾ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? വാതകങ്ങൾ. ബാഹ്യഗ്രഹങ്ങൾ വാതകങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഭൂമിയിൽ 10 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിന് സൂര്യനിലുള്ള ഭാരം 282 കിലോഗ്രാം. ഭൂമിയിൽ 10 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു സൂര്യനിലെ അതിന്റെ ഭാരം എന്തായിരിക്കും? 282 കിലോഗ്രാം. ഭൂമിയുടെ പിണ്ഡത്തിന്റെ എത്ര ഭാഗത്തിലൊന്നാണ് ചന്ദ്രന്റെ പിണ്ഡം? 81. ഭൂമിയുടെ പിണ്ഡത്തിന്റെ 81 ഭാഗത്തിലൊന്നാണ് ചന്ദ്രന്റെ പിണ്ഡം. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ആരംഭത്തിൽ മുഖ്യമായി ഉണ്ടായിരുന്ന വാതകങ്ങളായിരുന്നു ഹൈഡ്രജൻ, ഹീലിയം. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ആരംഭത്തിൽ മുഖ്യമായി ഉണ്ടായിരുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, ഹീലിയം. ഭൂമിയുടെ ശരാശരി ഉപരിതല താപനില 14 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. ഭൂമിയുടെ ശരാശരി ഉപരിതല താപനില 14 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. അന്തർഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നിവയുടെ മറ്റൊരു പേരാണ് ഭൗമഗ്രഹങ്ങൾ. അന്തർഗ്രഹങ്ങളുടെ, അതായത് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നിവയുടെ, ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നീ അന്തർഗ്രഹങ്ങളുടെ മറ്റൊരു പേരാണ് ഭൗമഗ്രഹങ്ങൾ. ആന്തരഗ്രഹങ്ങൾ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ശിലകൾ. ആന്തരഗ്രഹങ്ങൾ ശിലകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആരംഭത്തിൽ ഭൂമിയും ചന്ദ്രനും അതിദ്രുതം ചുറ്റുന്ന ഒരൊറ്റ ഗോളമായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ജോർജ് ഡാർവിൻ. ആരംഭത്തിൽ ഭൂമിയും ചന്ദ്രനും അതിദ്രുതം ചുറ്റുന്ന ഒരൊറ്റ ഗോളമായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ജോർജ് ഡാർവിൻ. ഏത് രാജ്യത്തിന്റെ സ്പേസ് ഏജൻസിയാണ് CNSA? ചൈന. ചൈനയുടെ സ്പേസ് ഏജൻസിയാണ് CNSA. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായി ഒരു ഉപഗ്രഹം വിക്ഷേപിച്ച ആദ്യത്തെ രാജ്യം ഇന്ത്യ. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായി ഒരു ഉപഗ്രഹം നിക്ഷേപിച്ച ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. വ്യാഴത്തെ കുറിച്ച് പഠിക്കുന്നതിന് പയനിയർ എന്ന പേടകം വിക്ഷേപിച്ച രാജ്യം USA. വ്യാഴത്തെ കുറിച്ച് പഠിക്കുന്നതിന് പയനിയർ എന്ന പേടകം വിക്ഷേപിച്ച രാജ്യമാണ് USA. സൗരയൂഥത്തിന്റെ ആകെ പിണ്ഡത്തിന്റെ എത്ര ശതമാനമാണ് സൂര്യന്റെ പിണ്ഡം? 99.8. സൗരയൂഥത്തിന്റെ ആകെ പിണ്ഡത്തിന്റെ 99.8% സൂര്യന്റെ പിണ്ഡം. സ്വന്തമായി വാഹനം നിർമ്മിച്ച് മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയച്ച രാജ്യങ്ങളാണ് അമേരിക്ക, റഷ്യ, ചൈന. സ്വന്തമായി വാഹനം നിർമ്മിച്ച് മനുഷ്യനെ ബഹിരാകാശത്ത് അയച്ച രാജ്യങ്ങളാണ് അമേരിക്ക, റഷ്യ, ചൈന. സ്പേസ് ഷട്ടിൽ നിയന്ത്രിച്ച ആദ്യ വനിത എലിൻ കോളിൻസ. സ്പേസ് ഷട്ടിൽ നിയന്ത്രിച്ച ആദ്യ വനിതയാണ് എലിൻ കോളിൻസ. ഹാലിയുടെ ധൂമകേതുവിനെ ഇനി കാണാൻ പറ്റുന്നത് 2062 ഹാലിയുടെ ധൂമകേതുവിനെ ഇനി കാണുന്നത് 2062.
ചന്ദ്ര എന്ന ഉപഗ്രഹം ആരുടെ സ്മരണ നിലനിർത്തുന്നതിനാണ് അമേരിക്ക വിക്ഷേപിച്ചത്? ഡോക്ടർ എസ് ചന്ദ്രശേഖർ. ചന്ദ്ര എന്ന ഉപഗ്രഹം ഡോക്ടർ എസ് ചന്ദ്രശേഖരുടെ സ്മരണ നിലനിർത്തുന്നതിനാണ് അമേരിക്ക വിക്ഷേപിച്ചത്. ചരിത്രത്തിൽ ആദ്യമായി ഏത് സ്വകാര്യ കമ്പനിയാണ് 2 സഞ്ചാരികളെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിച്ചത്? സ്പേസ് എക്സ് USA. ചരിത്രത്തിൽ ആദ്യമായി സ്പേസ് എക്സ് USA സ്പേസ് എക്സ് എന്ന സ്വകാര്യ കമ്പനിയാണ് 2 സഞ്ചാരികളെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിച്ചത്. ചന്ദ്രോപരിതലത്തിൽ ദേശീയ പതാക സ്ഥാപിച്ച ലോകത്തിലെ 2ാമത്തെ രാജ്യം ചൈന. ചന്ദ്രോപരിതലത്തിൽ ദേശീയ പതാക സ്ഥാപിച്ച ലോകത്തിലെ 2ാമത്തെ രാജ്യമാണ് ചൈന. ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ വാഹനം സ്പേസ് ഷിപ്പ് 1. ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ വാഹനമാണ് സ്പേസ് ഷിപ്പ് 1. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിക്ക് പറയുന്ന പേര് വ്യോമനോട്ട്. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിക്ക് പറയുന്ന പേരാണ് വ്യോമനോട്ട്. വിദൂര സംവേദന സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങളാണ് ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ. വിദൂര സംവേദന സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങളാണ് ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ. ഔട്ടർ സ്പേസ് ട്രീറ്റി ഒപ്പുവെച്ചത് 1967 ജനുവരി 27. ഔട്ടർ സ്പേസ് ട്രീറ്റി ഒപ്പുവെച്ചത് 1967 ജനുവരി 27. സൗരോർജത്തിൽ പറന്ന ആദ്യ വിമാനം ഇംപൾസ് 2. സൗരോർജത്തിൽ പറന്ന ആദ്യ വിമാനമാണ് ഇംപൾസ് 2. ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് സ്ഥാപിച്ച രാജ്യം USA. ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് സ്ഥാപിച്ച രാജ്യം USA. ചന്ദ്രനിൽ നിന്ന് നോക്കുന്നയാൾക്ക് ആകാശം എന്തായി തോന്നുന്നു? കറുപ്പ്. ചന്ദ്രനിൽ നിന്ന് നോക്കുന്നയാൾക്ക് ആകാശം കറുപ്പ് നിറത്തിലാണ് കാണുക. ചന്ദ്രനിലിറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ചാൾസ് ഡ്യൂക്ക്, 36 വയസ്സ്. ചന്ദ്രനിലിറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ചാൾസ് ഡ്യൂക്ക്, 36 വയസ്സ്. ഹൈഡ്രജൻ ജ്വലിച്ചു തീർന്ന് നക്ഷത്രങ്ങൾ മൃതപ്രായമാകുന്ന അവസ്ഥയാണ് കറുത്ത കുള്ളൻ. ഹൈഡ്രജൻ ജ്വലിച്ചു തീർന്ന് നക്ഷത്രങ്ങൾ മൃതപ്രായമാകുന്ന അവസ്ഥയാണ് കറുത്ത കുള്ളൻ. ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം നാസ. ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് നാസ. ലോകത്തെ ആദ്യത്തെ മുസ്ലിം വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരിയാണ് അനൌഷെ അൻസാരി. ലോകത്തെ ആദ്യത്തെ മുസ്ലിം വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരിയാണ് അനൌഷെ അൻസാരി. ബഹിരാകാശ യുഗത്തിന് തുടക്കം കുറിച്ച തീയതി 1957 ഒക്ടോബർ 4. ബഹിരാകാശ യുഗത്തിന് തുടക്കം കുറിച്ച തീയതിയാണ് 1957 ഒക്ടോബർ 4. അന്നാണ് റഷ്യ സ്പുട്നിക് 1 വിക്ഷേപിച്ചത്. സ്പുട്നിക് 1 ഉപഗ്രഹത്തിന്റെ ഭാരം 84 കിലോഗ്രാം. സ്പുട്നിക് 1 ഉപഗ്രഹത്തിന്റെ ഭാരം 84 കിലോഗ്രാം. ഇനി നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് കവർ ചെയ്യാം. ആദ്യം നമ്മൾ ഏകകങ്ങളെ കുറിച്ച് നോക്കാം. ഏകകങ്ങൾ: ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡല. ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡല. വൈദ്യുത ചാർജ് കൂളോം. വൈദ്യുത ചാർജ് കൂളോം. ശബ്ദ മലിനീകരണം ഡെസിബൽ. ശബ്ദ മലിനീകരണം ഡെസിബൽ. കാന്തിക ഫ്ലക്സിന്റെ സാന്ദ്രത ടെസ്ല. കാന്തിക ഫ്ലക്സിന്റെ സാന്ദ്രത ടെസ്ല. നീളം മീറ്റർ. നീളം മീറ്റർ. റെസിസ്റ്റൻസ് അതായത് പ്രതിരോധം ഓം. റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം ഓം. സമയം സെക്കൻഡ്. സമയം സെക്കൻഡ്. വിസ്കോസിറ്റി പാസ്കൽ സെക്കൻഡ്. വിസ്കോസിറ്റി പാസ്കൽ സെക്കൻഡ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ട്. ആക്കം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ആക്കം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. വൈദ്യുതിയുടെ ഇന്റൻസിറ്റി ആംബിയർ. വൈദ്യുതിയുടെ ഇന്റൻസിറ്റി ആംബിയർ. കാന്തിക ഫ്ലക്സ് വെബർ. കാന്തിക ഫ്ലക്സ് വെബർ. ഇൻഡക്ടൻസ് ഹെൻറി. ഇൻഡക്ടൻസ് ഹെൻറി. ഊർജം ജൂള്. ഊർജം ജൂള്. കപ്പാസിറ്റൻസ് ഫാരഡ്. കപ്പാസിറ്റൻസ് ഫാരഡ്. ഇനി നമുക്ക് ഭ്രമണത്തെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഭ്രമണം. കപ്പിയുടെ കറക്കം ഭ്രമണത്തിന് ഉദാഹരണം. കറങ്ങുന്ന പമ്പരത്തിന്റെ ചലനം. കറങ്ങുന്ന പമ്പരത്തിന്റെ ചലനം. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വസ്തുവിന്റെ ചലനമാണ് ഭ്രമണം. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വസ്തുവിന്റെ ചലനമാണ് ഭ്രമണം. വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നത് ഭ്രമണത്തിന് ഉദാഹരണമാണ്. വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നത് ഭ്രമണത്തിന് ഉദാഹരണമാണ്.
ഭൂമി സ്വയം കറങ്ങുന്നത് ഒരു ഭ്രമണ ചലനമാണ്. ഭൂമി സ്വയം കറങ്ങുന്നതും ഒരു ഭ്രമണ ചലനമാണ്. അടുത്തത് നമുക്ക് ഗതികോർജത്തെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നോക്കാം. പായുന്ന വെടിയുണ്ടയിൽ ഉണ്ടാവുന്ന ഊർജമാണ് ഗതികോർജം. പായുന്ന വെടിയുണ്ടയിൽ ഉണ്ടാവുന്ന ഊർജമാണ് ഗതികോർജം. ഒരു ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലം പെൻസ്റ്റോക്ക് കുഴലിലൂടെ താഴോട്ട് ഒഴുകുമ്പോഴുള്ള ഊർജമാണ് ഗതികോർജം. ഒരു ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലം പെൻസ്റ്റോക്ക് കുഴലിലൂടെ താഴോട്ട് ഒഴുകുമ്പോഴുള്ള ഊർജ്ജരൂപമാണ് ഗതികോർജം. ഒഴുകുന്ന ജലത്തിലുള്ള ഊർജം ഗതികോർജം. ഒഴുകുന്ന ജലത്തിലുള്ള ഊർജം ഗതികോർജം. ചലനം കൊണ്ട് ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജം ഗതികോർജം. ചലനം കൊണ്ട് ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജം ഗതികോർജം. ഭൗതിക ശാസ്ത്രം എന്ന വിഷയത്തിലെ ഈ പുസ്തകത്തിലെ ലാസ്റ്റ് ടോപ്പിക്കായ നാനോ ടെക്നോളജിയെ കുറിച്ച് നോക്കാം. നാനോ ടെക്നോളജി. നാനോ ടെക്നോളജിയുടെ ചരിത്രത്തിലെ നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന കണ്ടുപിടുത്തമാണ് സ്കാനിംഗ് ടണലിംഗ് മൈക്രോസ്കോപ്പ്. നാനോ ടെക്നോളജിയുടെ ചരിത്രത്തിലെ നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന കണ്ടുപിടുത്തമാണ് സ്കാനിംഗ് ടണലിംഗ് മൈക്രോസ്കോപ്പ്. സ്കാനിംഗ് ടണലിംഗ് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് ഗേർഡ് ബിന്നിങ്. സ്കാനിംഗ് ടണലിംഗ് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? ഗേർഡ് ബിന്നിങ്. നാനോ ടെക്നോളജിയുടെ പിതാവ് റിച്ചാർഡ് ഫ്രൈൻമാൻ. നാനോ ടെക്നോളജിയുടെ പിതാവാണ് റിച്ചാർഡ് ഫ്രൈൻമാൻ. നാനോ ടെക്നോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് നോറിയോ തനിഗുച്ചി. നാനോ ടെക്നോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് നോറിയോ തനിഗുച്ചി. നാനോ ടെക്നോളജി രംഗത്ത് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോട്ടോപ്പാണ് ഗ്രഫീൻ. നാനോ ടെക്നോളജി രംഗത്ത് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോട്ടോപ്പ് ഗ്രഫീൻ. ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ടെക്നോളജി പഠന കേന്ദ്രം ബാംഗ്ലൂർ. ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ടെക്നോളജി പഠന കേന്ദ്രം ബാംഗ്ലൂർ. ഇന്ത്യയിൽ നാനോ ടെക്നോളജി രംഗത്ത് ആരംഭിച്ച ആദ്യത്തെ ടെക്നോളജി പാർക്കാണ് നാനോ ടെക്നോളജി ആൻഡ് ബയോമെഡിസിൻ ടെക്നോളജി പാർക്ക്, ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിൽ നാനോ ടെക്നോളജി രംഗത്ത് ആരംഭിച്ച ആദ്യത്തെ ടെക്നോളജി പാർക്കാണ് നാനോ ടെക്നോളജി ആൻഡ് ബയോമെഡിസിൻ ടെക്നോളജി പാർക്ക്. എവിടെയാണ്? ഹിമാചൽ പ്രദേശ്. നാനോ സയൻസ് ആൻഡ് ടെക്നോളജി ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായി 2007 മെയ് മാസത്തിൽ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് നാനോ മിഷൻ. നാനോ സയൻസ് ആൻഡ് ടെക്നോളജി ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായി 2007 മെയ് മാസത്തിൽ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് നാനോ മിഷൻ. നാനോ മിഷൻ നടപ്പിലാക്കുന്നതിനുള്ള നോഡൽ ഏജൻസിയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. നാനോ മിഷൻ നടപ്പിലാക്കുന്നതിനുള്ള നോഡൽ ഏജൻസിയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ചോദ്യങ്ങളെല്ലാം ചർച്ച ചെയ്തു. ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്ലാസ്സോട് കൂടി നമ്മുടെ ഈ പുസ്തകത്തിലെ ഭൗതിക ശാസ്ത്രം പൂർണ്ണമാവുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.